നമസ്കാരം. നമസ്കാരം. കശുവണ്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരനടക്കമുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും അഴിക്കുള്ളിലാവുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, UDF സർക്കാർ വന്നപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ CI2 നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരു നേതാവും അതിലുണ്ടായിരുന്നു. മാത്രമല്ല INTUCയുടെ പല നേതാക്കന്മാരും അതിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫ്ലെക്സ് നടക്കുന്നുണ്ട്. അവിടെ 24-ാം തീയതി ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ മുഖ്യ പരിപാടി അല്ലെങ്കിൽ അവതാരകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ അതിഥി എന്നുള്ള രീതിയിൽ വരുന്നത് VD സതീശനും അതിന് തൊട്ട് താഴെ ഈ ആളുകളൊക്കെയാണ്. അപ്പം ഇത്തരത്തിൽ ഇവർ രണ്ടുപേരുണ്ട്. മാത്രമല്ല VD സതീശൻ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞതിൽ പ്രമുഖ നേതാവാണ് അദ്ദേഹം. അത് മാത്രമല്ല മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ആശാവർക്കർമാർക്കുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ, അതായത് UDF സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും CPM നിലപാടിനോട് കൂടെ നിൽക്കുകയും ചെയ്ത ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ പലതരത്തിൽ ഒരു ഭാഗത്ത് UDF-ആയിട്ട് സതീശനുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നു, മറുവശത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക LDF-നെ സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി 3 വട്ടം കോടതി നോട്ടീസ് വന്നപ്പോഴും ഇദ്ദേഹത്തിനെതിരെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങൾ വന്നപ്പോഴും അന്ന് ഈ പറഞ്ഞ പോലെ LDF സർക്കാരാണ് അദ്ദേഹത്തിന് ഒരു സേഫ് ഗാർഡായിട്ട് നിന്നത്, ഒരു ചട്ടക്കൂടായി നിന്ന് അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചത്. ഇപ്പോൾ വീണ്ടും കാര്യങ്ങളെല്ലാം മാറി മറിയുന്ന ഒരു പ്രക്രിയയാണ്. എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തെ കാണുന്നത്? ഫവാസ, ഇത് ദശാബ്ദങ്ങളായിട്ട് ഈ കേസ് കശുവണ്ടി തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വിഷയം. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ക്രമക്കേട് കണ്ടെത്തുകയും കോടതി ക്രമക്കേട് കണ്ടെത്തിയിട്ട് ഈ INTUCയുടെ സംസ്ഥാന അധ്യക്ഷനായ ഈ ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ശുപാർശ ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രോസിക്യൂഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ട് കഴിഞ്ഞ 3 തവണയും ഈ പ്രോസിക്യൂഷന് അനുമതി നൽകാതിരുന്നത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. അന്ന് എനിക്ക് തോന്നുന്നല്ല, എൻ്റെ ബോധ്യം അത് തന്നെയാണ്. വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷ് ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടന്നത്. അദ്ദേഹം പോലും ഇതിന് വിശദീകരണം നൽകിയില്ല. ഇപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരായി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്താവിശേഷം അത് തന്നെയാണ്. അതെ, പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഇവിടെ INTUC എന്ന് പറഞ്ഞാൽ വലതുപക്ഷത്തിൻ്റെ തൊഴിലാളി സംഘടനയാണ് എന്നാണ് വയ്പ്. INTUC അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത്, വലതുപക്ഷത്തിൻ്റെ തൊഴിലാളി സംഘടന തന്നെയാണ് എന്നാണ് ധാരണ, അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ ഈ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന എന്ന് വീക്ഷിക്കപ്പെടുന്ന INTUCയുടെ മുതിർന്ന നേതാവായ ചന്ദ്രശേഖരൻ ഉൾപ്പെട്ട തോട്ടണ്ടി കേസ്, ഇറക്കുമതി കേസിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യണം, ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യണം, പ്രോസിക്യൂഷൻ നടപടികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അതിൽ അത് നടപടിക്രമങ്ങളിലെ ചില ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് അവിടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുവാദം കൊടുത്തു എന്നാണ് തോന്നുന്നത്. എനിക്ക് ഇല്ല, സർക്കാർ ഈ പിണറായി വിജയൻ 3 തവണയും പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിട്ടില്ല. ഞാൻ VD സതീശന്റെ VD സതീശൻ ഇപ്പോൾ ആ നിലപാടുകൾ തിരുത്തി. അതായത് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഈ ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതിരുന്ന ആ അനുമതിയെ ഈ സർക്കാർ അത് നിഷേധിക്കുകയും കോടതി നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് കാണിച്ചുകൊണ്ട് 3 തവണയും മാറ്റിവെക്കപ്പെട്ട ഈ പ്രോസിക്യൂഷൻ നടപടികളെ നിഷേധിച്ച പ്രോസിക്യൂഷൻ നടപടികൾ VD സതീശൻ സർക്കാർ അത് ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. ഫലത്തിൽ ഈ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ആ സംഘടനയുടെ നേതാവായ ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് VD സതീശൻ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിലെ വൈരുദ്ധ്യം ആണ് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി 3 തവണയും പ്രോസിക്യൂഷൻ അനുമതി തടഞ്ഞുകൊണ്ട് ഈ ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷൻ അനുമതി തടഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് തോട്ടണ്ടി ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അഴിമതി നടന്നിരിക്കുന്നതിലെ കോടികളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും അതിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ ഏത് വിധേനയും അദ്ദേഹത്തിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു അവസരം എന്നാണ് പിണറായി വിജയൻ വേണ്ട എന്ന് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നടപടിക്രമങ്ങളിലെ സുതാര്യത ഇല്ലായ്മ തന്നെയാണ് അതിലൂടെ വെളിവാകുന്നത്. അതിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ തീർച്ചയായും പിണറായി വിജയനിലേക്കും പല രീതിയിലുള്ള ഈ അഴിമതി നടന്നതുമായി ബന്ധപ്പെട്ട തുകകൾ വീതം വയ്ക്കലുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനിലേക്ക് അത് എത്തും എന്നുള്ളതിനാൽ തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെ. ഇവിടെ മറ്റേ വാസ സൂചിപ്പിച്ച് മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയാം. ആശാവർക്കർമാർ
ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുമ്പോൾ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവെന്ന രീതിയിൽ അവിടെ ആശാവർക്കർമാരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്നിരുന്ന അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് യോജിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് യോജിച്ചു പോകുന്ന ഒരു തീരുമാനമാണ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു കാരണവശാലും ഈ ആശാവർക്കർമാരുടെ സമരപന്തലിലേക്ക് എത്തി അവർക്ക് അനുഭാവം പ്രകടിപ്പിക്കേണ്ടതിന് പകരം പിണറായി വിജയൻ സർക്കാർ എടുത്ത നിലപാടുകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയാണ് അന്ന് INTUC-യുടെ വക്താവായ ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കത്തക്കതല്ല. എന്താണ് BJP-യുടെ നേതാവായ സുരേഷ് ഗോപി വരെ ആ സമരപ്പന്തലിലേക്ക് എത്തുകയും സമരം ചെയ്തിരുന്നവർക്ക് ആവശ്യമായ മഴയത്ത് വെയിലത്ത് അവർ കുടയും അങ്ങനെയുള്ള റെയിൻ കോട്ടുകളൊക്കെ സുരേഷ് ഗോപിയുടെ സ്വന്തം ചെലവിൽ അവിടെ ലഭ്യമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെ സമരപ്പന്തലിലെത്തി മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ പ്രശ്നമായിരിക്കും ആദ്യം പരിഹരിക്കുക എന്ന് അദ്ദേഹം വാക്കുകൊടുക്കുകയും ചെയ്തു. അതുപോലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം ആശാവർക്കർമാർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്ന നടപടികളൊക്കെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അപ്പോൾ അന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളി സംഘടനയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഈ ചന്ദ്രശേഖരൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് തന്നെയാണ് പരക്കെ ആക്ഷേപം ഉയർന്നത്. അതിനെതിരെ അന്ന് കോൺഗ്രസ് കൃത്യമായി നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് കേട്ടെങ്കിലും പിന്നീട് അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ നടപടികൾ ശുപാർശ ചെയ്ത് ഹൈക്കോടതിയുടെ നടപടികൾ ശരിവെച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി കൊടുക്കുകയാണ് VD സതീശൻ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അത് സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകളായാൽ പോലും അല്ലെങ്കിൽ പോഷക സംഘടനയുടെ നേതാക്കളായാൽ പോലും ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് VD സതീശൻ സർക്കാർ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നിയമത്തെ ചോദ്യം ചെയ്യാനോ നിയമത്തെ വെല്ലുവിളിക്കാനോ തടസ്സപ്പെടുത്താനോ UDF സർക്കാർ ഉണ്ടാകില്ല എന്നൊരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. മറിച്ച് അവിടെ ചന്ദ്രശേഖരന് പിണറായി വിജയൻ സർക്കാർ വഴിവിട്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പ്രോസിക്യൂഷൻ കോടതി നടപടികളെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതിരുന്നത് VD സതീശൻ സർക്കാർ അതിനെതിരെ നിന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല, നിയമത്തെ കയ്യിലെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തിരിച്ച് പിണറായി വിജയനും വലിയ തിരിച്ചടി ആയി മാറുന്നു എന്നുള്ളതാണ് അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഒരുപക്ഷെ ഒരു കോൺഗ്രസ്സുകാരന് കിട്ടുന്ന CPM നൽകുന്ന ഏറ്റവും വലിയ സേഫ് സോൺ അദ്ദേഹത്തിന് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുക. കാരണം മറ്റൊരു കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ മറ്റൊരു നേതാവിനും ഇത്തരത്തിലൊരു അനുകൂലം കിട്ടിയിട്ടുണ്ട്. കാരണം 3 വട്ടം ഈ പറഞ്ഞ പോലെ കോടതി ഇടപെട്ടിട്ട് പോലും അതിനെതിരെ രംഗത്ത് വന്ന് അതിനെ തടഞ്ഞു നിർത്തി പിണറായി വിജയൻ, അതും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തക ബന്ധമുള്ള ഒരു സംഘടനാ നേതാവിന് ഒരു സുരക്ഷ ഒരുക്കിയത് പിണറായി വിജയനും LDF ആണെന്നുള്ളതാണ്. അപ്പം ഇതിലൊരു വിരോധാഭാസം അവിടെ തന്നെയാണ്. അപ്പം പിണറായി ഭയപ്പെടുന്ന എന്തൊക്കെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ തെളിവ് കൂടിയാണ് ആ ഇടപെടലെന്ന്. ഇനി എന്തായാലും വരും ദിവസങ്ങൾ ഇതിൻ്റെ പോക്ക് എങ്ങനെയാണെന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായും അവിടെ ബോസ് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. നോക്കൂ, നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നൊക്കെയാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അതായത് അന്ന് SIT രൂപീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ നവീൻ ബാബു ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്, ഇടതുപക്ഷ സംഘടനയുടെ വക്താവ് കൂടിയായിരുന്നു, സർവീസ് സംഘടനയിൽ ഇടതുപക്ഷ സംഘടനയുടെ വക്താവ് കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഒരു ദാരുണാന്ത്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് SIT പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ രൂപീകരിക്കപ്പെട്ട SIT പ്രതിയെന്ന് കണ്ടെത്തിയത് PP ദിവ്യ എന്ന കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അവിടെ PP ദിവ്യയെ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിരുന്നു. എങ്കിലും പിന്നീട് കേസ് മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പല നീക്കങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴൊന്നും PP ദിവ്യ പ്രത്യക്ഷമായ രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ INTUC-യുടെ നേതാവിനെതിരെ ഇങ്ങനെ ഒരു പ്രോസിക്യൂഷൻ നടപടി വന്നു കഴിഞ്ഞപ്പോൾ ആ നേതാവിനെ പൊതിഞ്ഞു പിടിക്കുന്ന പിണറായി വിജയനാണ് പിന്നീട് കേരളം കണ്ടത്. അപ്പോൾ അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് വേണ്ടേ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി ഇതിൻ്റെ പേരിൽ മാത്രം മറ്റൊരാളെ പ്രോസിക്യൂഷൻ നടപടികൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. എന്നാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3 തവണ ഒരാൾക്ക് എതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ശുപാർശ ചെയ്യുമ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എന്താണ് അവിടെ അങ്ങനെയൊരു തീരുമാനം വന്നത് എന്നുള്ളത് ആലോചിക്കാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന് കഴിയാതെ പോയത്? അപ്പോൾ തീർച്ചയായും ചന്ദ്രശേഖരനെ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നടപടികളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പിണറായി വിജയൻ ചന്ദ്രശേഖരനെ പൊതിഞ്ഞു പിടിച്ചത്.
അപ്പോൾ ആ ഒരു നിലപാട് തുടരാൻ ഞങ്ങളില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, കോടതിയുടെ നടപടിക്രമങ്ങളുമായി കോടതി മുന്നോട്ട് പോകട്ടെ, ഞങ്ങളതിൽ ഇടപെടാനില്ല എന്ന് വി ഡി സതീശൻ വ്യക്തമായി സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ശ്ലാഘനീയം തന്നെയാണ്. എന്തായാലും വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസം പിന്നിടുമ്പോൾ സ്വജനപക്ഷപാതത്തിന് ഞങ്ങളൊരു കാരണവശാലും തയ്യാറല്ല. കുറ്റം ചെയ്തവർ ആരാണോ എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കോടതിയുടെ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. കോടതിയിൽ ഈ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്കപ്പെടട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള വി ഡി സതീശൻ്റെ ആ ഒരു സ്റ്റാൻഡ് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. തീർച്ചയായും ഫവാസ് പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.